പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനത്തിന്റെ അസാധാരണമായ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ ശക്തിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയിൽ നമ്മൾ ഏതൊക്കെ നിലവാരത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിന് നമ്മളെ എല്ലാ കുഴികളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ദൈവവചനത്തിന് നമ്മുടെ എല്ലാ വീഴ്ചകളിൽ നിന്നും നമ്മളെ കരം പിടിച്ചുയർത്താൻ സാധിക്കും. ദൈവവചനത്തിന് നമ്മുടെ എല്ലാ തകർച്ചയിൽ നിന്നും നമ്മളെ പണിയാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ ദൈവവചനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുക എന്ന ഒരു ആശയത്തോട് ആശയമല്ല, ആ ചിന്തയാണ് ഈ പ്രോഗ്രാമിന്റെ പുറകിലെ അടിസ്ഥാനം. നമ്മുടെ സൗഖ്യം, നമ്മുടെ ഭാവി, നമ്മുടെ വിടുതൽ, നമ്മുടെ സാമ്പത്തിക സമൃദ്ധി, ഇതെല്ലാം നമ്മുടെ ഏതെങ്കിലും പ്രത്യേകമായ ചില ആചാര അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനമായി ഉള്ളതല്ല. പകരമായി ഒരു വ്യക്തി എത്രത്തോളം വചനത്തിൽ അവന്റെ അഭിവൃദ്ധിയെക്കുറിച്ച്, അവന്റെ നിറവിനെക്കുറിച്ച്, അവന്റെ നന്മയെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുന്നു, അതനുസരിച്ചാണ് അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ചെറുതായി കാണരുത്. ദൈവവചനത്തെ അതിന്റെ പ്രാധാന്യത്തോടെ തന്നെ കാണും. ഇന്നും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് വചനത്തിന് കഴിയും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ വിശുദ്ധന്മാരെ പലരെയും നമ്മൾ കാണുമ്പോൾ അവരുടെയൊക്കെയും ജീവിതത്തിനകത്ത് അവർ വലിയ ആൾക്കൂട്ടത്തെ നയിച്ചവർ. നമുക്കറിയാം, മോശ ഒരു വലിയ പുരുഷാരത്തെ നയിച്ച വ്യക്തിയാണ്. യോസഫ് ഒരു വലിയ പുരുഷാരത്തിന് അനുഗ്രഹമായി മാറിയ വ്യക്തി. ദാവീദ് ഒരു വലിയ രാജ്യത്തെ നയിച്ച വ്യക്തിയാണ്. നമുക്ക് ഇവരെല്ലാവരെയും കാണുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു വലിയ കൂട്ടത്തിന് അനുഗ്രഹമായി തീർന്നവരാണ്. പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അവരെ പുരുഷാരത്തിന് അല്ലെങ്കിൽ ഈ വലിയ ജനസമൂഹത്തിന് മുൻപിൽ നിൽക്കുന്നതിന് മുമ്പ് അവർ ഒറ്റയ്ക്ക് നിന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരെ മുൻപിൽ നിർത്തുവാനായിട്ട് അവരെ ഒരുക്കിയെടുത്തത് അവരുടെ ആ ഒറ്റയ്ക്ക് നിന്ന അവസ്ഥയാണ്. അവരുടെ വീട്ടില്, സമൂഹത്തില് പലയിടത്തും അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ അവരിലുണ്ടായിട്ടുണ്ട്. ആ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ളവരെയെല്ലാം പിന്നത്തതിൽ മുൻപിൽ നിൽക്കുന്നവരാക്കി, ആ ജനസമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുന്നവരാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ജീവിത സാഹചര്യങ്ങളിലാകട്ടെ, മനുഷ്യരുടെ വാക്കിലോ പെരുമാറ്റത്തിലോ എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, എല്ലാവരാലും കൈവിടപ്പെട്ടതുപോലൊരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആ അവസ്ഥയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയുടെ പകിട്ടുകൂട്ടാനായിട്ട് അതിനെ കാരണമാക്കി നിങ്ങൾ കാണണം. ആ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ല, ഇതെന്റെ അന്ത്യമല്ല, ഇതെന്റെ എൻഡ് അല്ല. ഇവിടെയും എന്റെ കർത്താവിന് ചിലതിനോട് സംസാരിക്കാനുണ്ട്. എന്റെ ജീവിതത്തോട് ചിലത് കർത്താവിന് ഇടപെടാനുണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം വെല്ലുവിളികളിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിലും, യെസ്, നിങ്ങളുടെ ഒറ്റപ്പെടലിന്റെ നടുവിൽ നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് ചില ശബ്ദം കേൾക്കാൻ സാധിക്കും. ആ ഒറ്റപ്പെടലുകൾ, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ തന്നെ പണിതെടുക്കാനായിട്ടുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ കാണും. എന്റെ ജീവിതത്തില് ഞാൻ എൻ്റെ സെമിനാരി പഠനം, വേദശാസ്ത്ര പഠനം പൂർത്തിയാക്കിയതിന് ശേഷം എൻ്റെ പ്രത്യേകമായ ശുശ്രൂഷയിൽ എന്നെ നിയോഗിക്കപ്പെടുന്നത് അതിനിടയ്ക്ക് ഒരു കാലതാമസമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു മാനസികമായ ഒരു പ്രയാസമുണ്ട്. കാരണം ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കി, എന്നാൽ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഏത് നിലയിൽ ശുശ്രൂഷിക്കണം ആ നിലയിൽ ഞാൻ ശുശ്രൂഷിക്കത്തക്കവണ്ണമുള്ള ഒരു
ഒരു പദവിയിലേക്ക് ഞാൻ ആകാതിരുന്ന ഒരു സമയത്ത് മാനസികമായിട്ട് ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഒരു അല്പസമയത്തേക്ക്, നാളുകൾക്കോ മാസങ്ങൾക്കൊന്നും അല്ല, ഒരു അല്പസമയത്തേക്ക്. പക്ഷേ ഏകദേശം 2-3 മാസത്തോളം ഞാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സമയമുണ്ട്, ഒറ്റയ്ക്ക്. പക്ഷെ ആ സന്ദർഭം, ആ ഒരു 3 മാസത്തോളം ഞാൻ കൂടുതൽ ദൈവവചനം വായിക്കാനും പ്രാർത്ഥനയിൽ മുഴുവൻ സമയം സ്പെൻഡ് ചെയ്യാനും, എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പക്ഷെ എനിക്ക് ആ ഒരു സന്ദർഭത്തെ വേണമെങ്കിൽ എനിക്ക് എന്നെ പഴിചാരാം, എനിക്ക് എന്റെ സാഹചര്യങ്ങളെ പഴിക്കാം, ചുറ്റുപാടുമുള്ളവരെ പഴിക്കാം. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? ഞാനത് ഒരു സമർപ്പണത്തോടെ ചെയ്തതല്ലേ. വർഷങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചു, വളരെ വർഷങ്ങൾ, പല വർഷങ്ങൾ അതിനുവേണ്ടി പഠിച്ചു, അതിനുവേണ്ടി പരിശീലനം സിദ്ധിച്ചു. പക്ഷെ എനിക്ക് ആ ഒരു ശുശ്രൂഷയിൽ എനിക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ട്, മാനസികമായി പട്ടത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ട്, ഒരു അച്ഛനായിട്ട് ശുശ്രൂഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ മാനസികമായിട്ട് എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളില് ആ ഒരു 3 മാസ കാലഘട്ടം പരിശുദ്ധാത്മാവ് എന്നെ പണിതെടുക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതിശക്തമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരു ചട്ടക്കൂടിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുടെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന നിലയിലുള്ളതല്ല, പരിശുദ്ധാത്മാവിന്റെ ഫ്രീഡത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് എന്നെ ഒരുക്കിയെടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതെന്റെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത സമയങ്ങളായിരുന്നു. പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും അതുപോലെ തന്നെ ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അതെന്റെ പിന്നത്തതിൽ ശുശ്രൂഷകളിൽ അതിന്റെ ഫലം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ, ചിലപ്പോൾ ഞാൻ തന്നെ വോളണ്ടിയർ ആയിട്ട് ഞാൻ തന്നെ ശ്രമിച്ച് അങ്ങനെ ചെയ്യാം. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ ആകുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരെ നിങ്ങൾക്ക് പഴിക്കാം, നിശ്ചയമായിട്ടും അവരോട് ദേഷ്യം വയ്ക്കാം, അവരെ കുറിച്ച് കുറ്റം പറയാം. അതൊന്നും മറ്റുള്ളവരെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പറയാം. എന്റെ ഗതി ഇങ്ങനെയാണ്, എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ്, എന്റെ സാഹചര്യം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ കുറ്റം പറയാം, നിങ്ങൾക്ക് നിങ്ങളെ വിധിക്കാം, നിങ്ങളുടെ സാഹചര്യങ്ങളെ പഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് പറയാം, എന്റെ തലമുറ, എന്റെ വീട് ഇങ്ങനെ ആയതുകൊണ്ട് എന്റെ സാഹചര്യം, ഞാൻ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ആ ഒറ്റപ്പെടലുകളുടെ നടുവിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആകുന്നു, അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് യോശുവയുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തില് യോശുവയുടെ പുസ്തകത്തിന്റെ ആരംഭം നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ്. മോശ മരിച്ചു. മോശയുടെ മരണശേഷം, അത് 1-ാം വാക്യം, യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായി യോശുവയോട് അരുളി ചെയ്തു. ഇതുവരെയും യോശുവയെ സംബന്ധിച്ചിടത്തോളം സേഫ്, വെരി സേഫ്. കാരണം മോശയുടെ കൂടെ നിൽക്കുന്നത്. മോശയെ ജനം എതിർക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മോശയുടെ എതിർപ്പൊന്നും യോശുവയ്ക്ക് ഏൽക്കുന്ന കാര്യമില്ല. യോശുവ വളരെ സേഫാണ്. മോശയുടെ കീഴില, മോശയുടെ മറവിലാണ് യോശുവ നിൽക്കുന്നത്. മോശയുടെ മറവിൽ നിൽക്കുന്ന യോശുവ എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും മുൻപിലുണ്ട്. കാരണം മോശയുടെ ശുശ്രൂഷകനാണ് യോശുവ. കഴിഞ്ഞ 40 വർഷക്കാലം മരുഭൂമിയിൽ ജനത്തെ നടത്തിയ വിധം യോശുവ കണ്ടതാണ്. മോശ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന യോശുവ കണ്ടതാണ്. മിസ്രൈമില് അവിടുള്ള പ്രഭുക്കന്മാർ പോലും മോശയെ മാനിക്കുന്നത് യോശുവ കണ്ടതാണ്. മോശയ്ക്ക് വിരോധമായി ജനം എഴുന്നേറ്റപ്പോ ദൈവത്തിന്റെ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്നത് യോശുവ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോശയെ കുറിച്ചുള്ള യോശുവയുടെ മനസ്സിലെ സങ്കല്പങ്ങളും ധാരണകളും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ മോശയുടെ മറവിൽ നിൽക്കുക എന്ന് പറയുന്നത് യോശുവയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല. തന്റെ ജീവിതത്തിനകത്ത് തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ബന്ധമാണ് മോശ. വേറെ
ഈ ലക്ഷക്കണക്കിന് ആളുകൾ മോശയുടെ കൂടെ നടക്കുമ്പോൾ അവർക്കാർക്കും ലഭിക്കാവുന്നതിലധികമായ ഒരു ബന്ധം യോശുവയ്ക്ക് മോശയുണ്ട്. ആ മോശ മരിച്ചു പോയപ്പോ, തനിക്ക് പ്രൊട്ടക്ഷനായി, അല്ലെങ്കിൽ താൻ ചാരി നിന്ന മോശ മരിച്ചു പോയപ്പോ യോശുവ ഒറ്റപ്പെട്ട അവസ്ഥ. അവിടെ ദൈവം യോശുവയോട് പറഞ്ഞൊരു കാര്യം, മോശ പോയി, പക്ഷേ മോശയ്ക്ക് ഞാൻ കൊടുത്ത ന്യായപ്രമാണമുണ്ട്, അതിനെ നീ രാവും പകലും ധ്യാനിക്കുമെങ്കിൽ, ഇതുവരെ നീ ചാരി നിന്ന മോശ, ഇതുവരെ നീ മറഞ്ഞു നിന്ന മോശ മാറിപ്പോയി, മോശ എടുക്കപ്പെട്ടു, മോശ മരിച്ചു, മോശ അടക്കം ചെയ്യപ്പെട്ടു. പക്ഷേ നിന്നിലൂടെ മോശയിൽ നടന്നതിനേക്കാൾ വലിയൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഞാൻ നിന്നെ മുൻനിർണയിച്ചതാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് അസാധ്യതകളെ കണ്ട് നീ ഭാരപ്പെടാതെ, നിന്നിൽ ഞാൻ ആരംഭിക്കുന്ന വലിയ പ്രവൃത്തിക്ക്, നിന്നിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയ പ്രവൃത്തിക്ക് നീ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കണം. അതിനെക്കുറിച്ച് യോശുവയോട് കർത്താവ് ഇങ്ങനെ പറയുന്നത്, 5-ാം വാക്യം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്ന പോലെ നിന്നോടുകൂടി ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, 6-ാം വാക്യം, ഉറപ്പും ധൈര്യമുള്ളവനായി ഇരിക്കാം. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. അവിടെ മോശയുടെ അഭാവം യോശുവയെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല. ആ യോശുവയോട് കർത്താവ് പറയുക, നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ടിരിക്കുക. മോശയോട് കൂടിരുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. മോശയോട് കൂടിരുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഈ യോശുവ തെരഞ്ഞെടുക്കപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, പുറപ്പാട് പുസ്തകത്തില് അതിന്റെ 33-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ, മോശ കൂടാരമെടുത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. അപ്പൊ ഇവിടെ സമാഗമന കൂടാരത്തിന്റെ അത് സ്ഥാപിച്ചു. അതിനോട് ചേർന്ന് അതിനുശേഷം എല്ലാവരും അതിനെ സ്ഥാപിച്ചതിനു ശേഷം സമാഗമന കൂടാരത്തിലേക്ക് മോശ പോകുമ്പോൾ ജനമെല്ലാം നമസ്കരിക്കുന്ന ഒരവസ്ഥ. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി, ദൈവം മോശയോട് സംസാരിച്ചു. ഈ വളരെയേറെ വിശദീകരണങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ജനമെല്ലാം കൂടാരവാതിക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിക്കൽ വെച്ച് നമസ്കരിച്ചു. അവരെഴുന്നേറ്റ് താന്താങ്ങളുടെ കൂടാരത്തിലേക്ക്, അവരവരുടെ സ്ഥലത്തേക്ക് അവർ. പക്ഷെ 11-ാം വാക്യം, ഒരുത്തൻ തന്നെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ മോശയ്ക്കും പുതിയ നിയമത്തിലെ വിശ്വാസിക്കുമുള്ള വ്യത്യാസം എന്താ പറയുക? പഴയ നിയമത്തിൽ മോശയോട് അഭിമുഖമായി സംസാരിക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. മോശയോട് നേരെ വന്ന് നിന്ന് സംസാരിക്കുന്ന ദൈവം, സ്നേഹിതനെ പോലെ സംസാരിക്കുന്ന ദൈവം. എന്നാൽ ഞാൻ യോശുവയുടെ കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് വരും. യോശുവയെ കുറിച്ച് ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ അവർ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷകനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനും കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. അപ്പൊ ഈ യോശുവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മോശയെ ചാരിയാ നിൽക്കുന്നതെങ്കിലും, മോശയെ ചാരിയാണ് യോശുവ നിൽക്കുന്നത്, മോശയുടെ മറവിലാണ് യോശുവ നിൽക്കുന്നതെങ്കിലും യോശുവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മോശയെ നിർത്തിയ ദൈവത്തോട്, മിസ്രൈമിൽ നിന്ന് തങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തോട്, ചെങ്കടലിൽ വെച്ച് അത്ഭുതം ചെയ്ത ദൈവത്തോട്, 10 ബാധകളാൽ ഫറവോനെയും മിസ്രൈമിനെയും
തന്റെ ശക്തി വെളിപ്പെടുത്തിയ ദൈവത്തോട് യോശുവയ്ക്ക് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തില് നമ്മൾ പലപ്പോഴും മറ്റു പലരുടെയും മറവിൽ മാത്രം നിന്നങ്ങ് പോകുന്നവർ. നമുക്ക് വിഷയങ്ങളുണ്ടോ, ഉടനെ നമ്മൾ കുറച്ചുപേരെ വിളിച്ചു പറയും, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി, അത് ചെയ്യാനായിട്ട് നമ്മൾ പോകും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, മതത്തിന്റെ പ്രസക്തി അവിടെയാണ്. ദൈവം മനുഷ്യനിട്ട് അകന്നു നിൽക്കുന്നിടത്തോളം ആണ് മതത്തിന് പ്രസക്തി. പക്ഷെ യേശു ക്രിസ്തുവിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം മനുഷ്യനിൽ വസിക്കുകയാണ്. മോശയോട് അഭിമുഖമായി സംസാരിച്ച ദൈവം ഇന്ന് നമ്മളോട് അഭിമുഖമായിട്ടല്ല സംസാരിക്കുന്നത്, നമ്മളിൽ വസിക്കുന്നവനാ ദൈവം. പൗലോസ് ചോദിച്ച ചോദ്യമാണ്, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തെളിവന്വേഷിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2 കൊരിന്ത്യർ ലേഖനത്തില് അതിന്റെ 13-ാം അധ്യായത്തിൽ 3-ാം വാക്യം, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നു. അപ്പൊ ക്രിസ്തു എന്നോട് സംസാരിക്കുന്നു എന്നല്ല, എന്നിൽ. പ്രിയപ്പെട്ടവർ, നിങ്ങള് ചുറ്റുപാടുകളിലുള്ള ശബ്ദകോലാഹലത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റി നിങ്ങളുടെ അകത്തെ ശബ്ദം കേൾക്കാനൊന്ന് റെഡിയാകും. നിങ്ങളുടെ ഇന്നത്തെ രോഗമോ ശാപമോ ദാരിദ്ര്യമോ ഒന്നും നിങ്ങളെ വാഴാൻ പവറുള്ളതല്ല. നിങ്ങളെ തകർക്കാനോ നിങ്ങളെ നിയന്ത്രിക്കാനോ കപ്പാസിറ്റി ഉള്ളതല്ല. അതിനൊന്നും. യുവർ കോളിംഗ് ഈസ് ഡിഫറെന്റ്. നിങ്ങളുടെ വിളി വ്യത്യാസം. സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവാത്മാവിന് നിങ്ങളിലൂടെ ചിലത് ചെയ്യാൻ, ചുറ്റുപാടുകൾക്ക് അതീതമായി ദൈവാത്മാവിന് നിങ്ങളിലൂടെ ചിലത് ചെയ്തെടുക്കാം. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ല. ദൈവവചനം നിനക്ക് സമീപമായും നിന്റെ ഹൃദയത്തിലും നിന്റെ വായിലും ഇരിക്കും. ദൈവവചനം ഇരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ. അഭിമുഖമായി സംസാരിച്ച ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഇമ്മാനുവേൽ, യഹൂദന്മാർക്ക് ദൈവം ഇമ്മാനുവേലാ, പക്ഷെ എനിക്ക് ദൈവം ക്രിസ്തുവാണ്, എന്നിൽ വസിക്കുന്നവൻ. നമ്മൾ ഈ വചനത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മളോട് വ്യക്തിപരമായ നിലയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം മോശയോട് പറഞ്ഞ കാര്യം, യോശുവോട് പറഞ്ഞ കാര്യം, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇവിടെ നമ്മള് കർത്താവ് എന്നെ കൈവിടരുതേ, കർത്താവ് എന്നെ ഉപേക്ഷിക്കരുതേ. നമ്മൾ അറിയാതെ ഈ പ്രാർത്ഥനകൾ ചൊല്ലുക. പക്ഷെ പ്രിയപ്പെട്ട, നമ്മൾ അറിയേണ്ട കാര്യം, കർത്താവ് എന്നിൽ വസിക്കുക. എങ്ങനെ കർത്താവിനെ എന്നെ ഉപേക്ഷിക്കാൻ സാധിക്കും? കർത്താവ് എന്നിൽ ജീവനായി എന്നിൽ വസിക്കുക. കർത്താവിനെ എങ്ങനെ കൈവിടാൻ പറ്റും? ഇവിടെ ഒരു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തു കളയരുത്. എങ്ങനെയാ നമ്മൾ കെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ? നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിയാം. എവിടെയൊക്കെയോ ഈ കർത്താവിനെ തേടി ചെല്ലുമ്പോഴാണ് ആത്മാവ് ദുഃഖിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ് നിങ്ങളാണ്. നമുക്കറിയാം, മത്സ്യത്തെ വെള്ളത്തിലിടണം. ആ വെള്ളത്തിലാണ് അതിന് സ്വസ്ഥമായി ശ്വസിക്കാനും ജീവിക്കാനും കഴിയുന്നത്. മനുഷ്യനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കരയ്ക്കാണ് നമ്മൾ സ്വസ്ഥമായി ജീവിക്കുന്നത്. ഒരു എക്കോസിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലാണ് എല്ലാ ജീവികളും വളരുന്നത്. ആത്മാവ് സ്വസ്ഥമായി സേഫായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷിക്കുന്ന സ്ഥലം നിങ്ങളിലും എന്നിലും ആത്മാവുണ്ടെന്ന് തിരിച്ചറിവോടുകൂടി നിങ്ങൾ ഞാൻ ജീവിക്കുമ്പോഴാണ്. ഇത്രത്തോളം നമ്മളിൽ വസിക്കാൻ, നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റാരുമില്ല. ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ യു. ഗോഡ് ഈസ് ഇൻ യു. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഇൻ യു. ദൈവവചനം നിങ്ങളില്ല, ക്രിസ്തു നിങ്ങളില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളില്ല, ദൈവശക്തി നിങ്ങളില്ല.
യോശുവയുടെ ജീവിതത്തിനകത്ത് എല്ലാവരും അവരുടെ കാര്യങ്ങൾ അവരവരുടെ വഴിക്ക് പോയപ്പോ യോശുവ ദൈവത്തിന്റെ കൂടാരം വിട്ടുപിരിയാതെ അവന്റെ ജീവിതത്തിൽ അവൻ ഒറ്റയ്ക്കാണ്. പക്ഷെ അവൻ ദൈവത്തോടു കൂടെ, ദൈവ സാന്നിധ്യത്തോടു കൂടെ, ദൈവത്തിന്റെ കൂടാരത്തിൽ വിട്ടുപിരിയാതെ. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരോട് ഞാൻ പറയുക, നിങ്ങളെ വ്യത്യസ്തരാക്കി തീർക്കാൻ കർത്താവിന് പദ്ധതിയുണ്ട്. നിങ്ങൾ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. ആ യോശുവയോട് ദൈവം പറയുക, നീ ഈ ജനത്തിന് ദേശത്തെ വിഭാഗിച്ചു കൊടുക്കാനുള്ള വലിയ മിഷൻ നിന്റെ ഷോൾഡറിൽ, നിന്റെ മേല. ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാണ്. കൈവിടാത്ത ദൈവം കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. പ്രിയപ്പെട്ടത്, അത് യഹൂദന്മാരോട് പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചിന്ത വന്നേക്കാം, യേശു പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ലെന്ന്. അതും ന്യായപ്രമാണ കാലഘട്ടമാണ്. എന്നാൽ ക്രിസ്തു, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു നിങ്ങളിലും എന്നിൽ വസിക്കുക, അവൻ എങ്ങനെ നിങ്ങളെ കൈവിടാൻ പറ്റും? അവൻ നിങ്ങളിൽ വസിക്കുകയാണ്. എങ്ങനെ നിങ്ങളോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റും? നമ്മൾ എന്തിനാ കരുണ കാണിക്കണമേ ദൈവമെന്ന് നിലവിളിക്കുന്നു? ദൈവം എവിടെ? ഏലിയാവിന്റെ ദൈവം എവിടെ? നല്ല കാര്യമാണ്, ചോദ്യത്തിന് കുഴപ്പമില്ല. പക്ഷെ എവിടെയോ ഇരുന്ന് ബോധപ്പെടുത്തി അടിക്കുമ്പം പ്രവർത്തിക്കുന്ന ദൈവമല്ല. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ, when you realize yourself, you are in the position of Christ. പുത്രനായ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ദൈവ മക്കളായിട്ട് നിങ്ങൾ നിൽക്കുന്നു എന്ന ബോധ്യം, ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, അതായത് യേശു ഇന്ന് എന്നെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പിതാവിന്റെ സന്നിധി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഭൂമിയിൽ നിങ്ങളും ഞാനും യേശുവിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ ആത്മാവോടുകൂടെ നമ്മളിവിടെ നിൽക്കുക. പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വർഗത്തിൽ നിന്നല്ല വരേണ്ടത്. ദാറ്റ് ഇസ് ഫ്രം യു. അത് നിങ്ങളിൽ നിന്നാണ് വരേണ്ടത്, നമ്മിൽ നിന്നാണ് വരേണ്ടത്. യേശുവിന്റെ കാലഘട്ടത്തിൽ സൗഖ്യത്തിന്, വിടുതലിന് ആവശ്യങ്ങൾ വന്നപ്പോ ജനം ഓടി പുരോഹിതന്മാരുടെ അടുക്കലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചില വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ചില വ്യക്തികളുടെ അടുക്കലേക്കോ ചില സ്ഥലത്തേക്കല്ല അവർ പോയത്. അവർ മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് യേശുവിലേക്ക് നോക്കി. കാരണം യേശുവിൽ ക്രിസ്തുവിന്റെ ആത്മാവ്, അതേ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ക്രിസ്തുവിന്റെ പ്രത്യേകത 1 കൊരിന്ത്യർ ലേഖനം 15:45, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നതുപോലെ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ്, നിങ്ങളുടെ ചുറ്റുപാടുകളെ ജീവിപ്പിക്കാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. വിശ്വസിക്കാമോ? നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ തകർക്കാൻ വേണ്ടിയുള്ളതല്ല, നിങ്ങൾക്ക് വലിയ ശുശ്രൂഷ ചെയ്തെടുക്കാനുണ്ട്. വലിയ അടയാളമായി, അത്ഭുതമായി നിങ്ങളെ അനേകരുടെ മുമ്പിൽ ഭൗതികമായോ സാമ്പത്തികമായോ ആരോഗ്യപരമായോ മിനിസ്ട്രിയിലോ ശുശ്രൂഷ എവിടെ നിങ്ങൾ തകർന്നാലും അവിടെ എല്ലാം നിങ്ങളെ ഉയർത്തി നിർത്തുന്നത് ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. സോ നിങ്ങളുടെ ഒറ്റപ്പെടലുകളെ, ആ വെല്ലുവിളികളെ നിങ്ങളെ തകർക്കുന്ന കാരണമായി ചിന്തിക്കാതെ നിങ്ങളുടെ ഉയർച്ചയുടെ ചവിട്ടുപടികളായി മാറട്ടെ. വിശ്വസിച്ചേ എന്റെ ദൈവം എന്റെ അവസ്ഥ മാറ്റാൻ ശക്തൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അവരുടെ ജീവിതത്തിൽ അവരെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വസ്ഥതയും സമാധാനവും സമൃദ്ധിയും അവരിലേക്ക് ഒഴുകട്ടെ. അവരുടെ ജീവിതത്തെ ഞെരുക്കുന്ന,
ഏകാന്തതയുടെ ചിന്ത അവരുടെ അകത്തുനിന്ന് മാറിപ്പോട്ടെ. ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത മാറിപ്പോട്ടെ. ക്രിസ്തുവിലുള്ള ഉറപ്പ് അവരുടെ അകത്ത് വെളിപ്പെടട്ടെ. ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിന്റെ മഹത്വം എന്താണെന്നും തിരിച്ചറിയട്ടെ. ഇന്നൊരു അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ കർത്താവേ. അവരുടെ ജീവിതം ഒരു അടയാളമായി അത്ഭുതമായി സ്വർഗമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. ജീവിതത്തെ ഉയർത്തണം. അവരൊരു അനുഗ്രഹമാക്കി തീരട്ടെ കർത്താവ്. അവരുടെ അകത്തുള്ള അഭിഷേകത്തെ തിരിച്ചറിയാൻ, അവരകത്തുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് ഇപ്പോൾ തന്നെ അവിടെ എല്ലാ ഇരുട്ടുകളും മാറി ധൈര്യത്തോടെ ഉറപ്പോടെ കർത്താവിലേക്ക് നോക്കട്ടെ. കർത്താവ് അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി പറയും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മള് ഈ ഒറ്റപ്പെടലുകളെ നമ്മൾ ഭയത്തോടെ കാണുന്നത് എപ്പോഴാണ്? ഒറ്റപ്പെട്ടു പോയി, അയ്യോ എനിക്ക് പണമില്ല, അല്ലേ? പലപ്പോഴും നല്ല ഒരു അധികാരത്തോടെയും ഉന്നതനായിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അയ്യോ ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും എൻ്റെ അടുക്ക വന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അയ്യോ എന്നെ കരുതാൻ ആരുമില്ല. ഒരു ഉന്നതനായ വ്യക്തി ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം he only in the power and authority and everything. So he never searching for somebody to talk with him. നമ്മൾ ഒരിക്കലും ആരെങ്കിലും വന്ന് ഒന്ന് അന്വേഷിക്കാറില്ല, ഒന്നും വന്ന് സംസാരിക്കാറില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ചുമക്കുന്ന പദവിയും അധികാരം എന്താണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആരുണ്ട് ആരില്ല നിങ്ങളെ സംബന്ധിച്ച് ബാധിക്കത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ അഭിഷേകം വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ സ്ഥിതി മാറും. അതുകൊണ്ട് നിങ്ങളുടെ ഒറ്റപ്പെടലുകളെ നിങ്ങളുടെ ഉയർച്ചയുടെ ചവിട്ടുപടികളായി നിങ്ങൾ കാണും. പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ദൈവത്തോട് അടുക്കാനുമുള്ള ബ്യൂട്ടിഫുൾ ടൈമായിട്ട് അതിനെ നിങ്ങൾ യൂസ് ചെയ്യണം. നിരാശപ്പെടരുത്. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത, ഞങ്ങളുടെ പുസ്തകങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ വിലാസം അയച്ചു കൊടുക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്താൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ആ പുസ്തകം ലഭ്യമാകും. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ആ പുസ്തകങ്ങൾ വളരെ ആധികാരികമായി എന്നതുപോലെ തന്നെ ദൈവവചനത്തിൽ മാത്രം കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന പുസ്തകമാണ്. നിശ്ചയമായിട്ട് നിങ്ങൾക്ക് പ്രയോജനകരമായി തീരും. നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ഒപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കുക. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാനും ഒരുമിച്ച് നിങ്ങൾക്കായി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാനും ഞങ്ങളും ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.